കണ്ടിട്ട് കുറേ നാളുകളായി എന്നെനിക്കറിയാം. ഐ നോ ഞാൻ ടൂ മച്ച് ലേസി ആയിരുന്നു വീഡിയോ എടുക്കാൻ. ആൻഡ് ഓഫ് കോഴ്സ് എനിക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഇയർ ആയി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ തിരക്കും വേറെ കുറേ കാര്യങ്ങളും എല്ലാം കൊണ്ട് പെട്ടിങ്ങനെ നിൽക്കുകയാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ എന്താണ്, നമുക്ക് എക്സാമാണ്. ഞാൻ പറഞ്ഞു എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു 3 വീക്സ് കഴിഞ്ഞ് എനിക്ക് എഴുത്ത് പരീക്ഷ തുടങ്ങും, ഷുഫ്ലിഷ ടൈല്. സോ ഇതുവരെ ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടില്ല. എനിവേ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഇതുവരെ ഒരു സാധനം പഠിച്ചു തുടങ്ങിയിട്ടില്ല. ആൻഡ് ഫ്രം ടുമോറോ ഓൺവേർഡ്സ് ഞാൻ പുതിയൊരു ലൈഫ് ജേർണി തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുക. എല്ലാ ദിവസവും വിചാരിക്കും നാളെ ആവട്ടെ, നാളെ ആവട്ടെ, നാളെ ആവട്ടെ, നാളെ പറഞ്ഞത് നീളെ ആയിക്കൊണ്ടിരിക്കുക. സോ നമുക്കിത് ചേഞ്ച് ചെയ്തേ പറ്റത്തുള്ളൂ. എനിവേ, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ടോപ്പിക്കിൽ നിന്ന് തുടങ്ങും. ഇന്ന് നമ്മൾ ആ ടോപ്പിക്ക് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും കിടന്നുറങ്ങുക. അങ്ങനെ ഓരോ ദിവസം നമുക്ക് ഓരോ ടോപ്പിക്കും ഇത് എടുക്കാം, എന്നാലും തീരത്തൊന്നുമില്ല. ബട്ട് പഠിച്ച് തീർക്കുന്നത്ര നമുക്ക് തീർക്കാം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ 9 മണിയായി, നമുക്ക് 10 മണി വരെ സമയമുണ്ട്. കാരണം 10 to 12 അല്ലെങ്കിൽ 11:30 വരെ എനിക്ക് ജർമ്മൻ ക്ലാസ് ഉണ്ട്. ഞാൻ ജർമ്മൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെയുള്ള 2-3 പിള്ളേർക്ക്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ സമയമില്ല. അപ്പോൾ നമുക്ക് ആ 10 മണിക്കുള്ളിൽ 1 hour കൊണ്ട് നമുക്ക് എന്തോരം പഠിക്കാൻ പറ്റുമോ നമ്മൾ അത്രയും പഠിച്ച് നമ്മുടെ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ലെറ്റ്സ് ഗോ. ഇത് കഴിഞ്ഞ് നമ്മൾ ബാക്കി എങ്ങനെയാണോ അങ്ങനെ നോക്കും. ഐ ഡോണ്ട് നോ, ഐ ഹാവ് നോ ഐഡിയ. ഒരു പ്ലാനും ഇല്ലാണ്ട് ചുമ്മാ വെറുതെ എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. എനിവേ സോ ഐ ഹോപ്പ് എവിടെ ഇരിക്കേ. ഫോൺ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പാവക്കുട്ടിയുടെ മേത്താണ് ഫോൺ വെച്ചിട്ടിരിക്കുന്നത്. ആൻഡ് ഞാൻ ഇവിടെ ഇരുന്നല്ല, പൊതുവേ ബെഡിലിരുന്നല്ല ഞാൻ പഠിക്കൽ. ഒന്നില്ലെങ്കിൽ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, അല്ലെങ്കിൽ ഹാളിലൊരു ടേബിൾ ഉണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഇരുന്നാണ് പഠിക്കൽ. എൻ്റെ സ്പെഷ്യൽ പ്രൂഫിങ്ങിന് ഞാൻ ഹാളിലിരുന്നാണ് പഠിച്ചത്. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ നാളെ മുതൽ ഹാളിലിരുന്ന് പഠിക്കും. കാരണം എനിക്ക് ഈ മറ്റേ കൈൻഡ് ഓഫ് പൊട്ട ചിന്തയുണ്ട് ഗൈസ്. ഓക്കെ, അവിടെ ഇരുന്ന് പഠിച്ചിട്ടാണ് എനിക്ക് അത്രയും നല്ലൊരു മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ 12 മാർക്കാവും ഏറ്റവും കണ്ട എൻ്റെ സ്പെഷ്യൽ പ്രൂഫിങ്ങിന് എനിക്ക് ടോട്ടലി പോയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അവിടെ ഇരുന്ന് പഠിച്ചിട്ടാണെന്നുള്ളൊരു ചിന്ത തലയിൽ കയറിയിട്ടുണ്ട്. സോ ഞാൻ അവിടെ പോയിരുന്നേ നാളെ മുതൽ പഠിക്കുള്ളൂ. ഇനി നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. ഇത് ഇത്രയും പഠിക്കണം. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഭയങ്കര പഠിക്കാൻ ഗുഡ് ആയതുകൊണ്ട്, പുകഴ്ത്തി പറയുന്നതല്ല, വലിയ കുഴപ്പമില്ല, ഇത് പിന്നെ ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് കൂടെ എടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. യെസ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഓൾറെഡി ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈച്ച് ചാർട്ട എന്ന് പറയും. പ്രൊനൗൺസിയേഷനൊന്നും ഞാൻ ഇവിടെ നോക്കുന്നില്ല, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈച്ച് ചാർട്ട എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ അസോസിയേഷൻ ഫോർ ചിൽഡ്രൻ ഇൻ ഹോസ്പിറ്റൽ എന്നാണ് അതിൻ്റെ ഈച്ചിൻ്റെ കംപ്ലീറ്റ് ഫുൾ ഫോം പറയുന്നത്. ആൻഡ് ഇത് ബെഷ്റൈബൻ ചെയ്യുന്നത് റഷ് ഫോർ ദി കിൻഡർ ഇൻ ക്രാങ്കൻ ഹൗസ്. അതായത് കുഞ്ഞുങ്ങൾക്ക് ക്രാങ്കൻ ഹൗസിൽ കിട്ടേണ്ട റൈറ്റ്സിനെയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. നമുക്ക് മൊത്തം 10 ആർട്ടിക്കിൾ ഉണ്ട്. അത് ഓൾറെഡി ഇന്നലെ ഞാൻ 4 എണ്ണം പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എൻ്റെ തലയിലൊന്നും ഇല്ല. ബട്ട് വി നീഡ് ടു റീകോൾ ഇറ്റ്. സോ ആർട്ടിക്കിൾ 1 എന്ന് പറയുന്നത് Kinder sollen dann in einer Krankenhaus aufgenommen werden, wenn die medizinische Behandlung, die sie benötigen, nicht ebenso gut zu Hause oder in einer Tagesklinik erfolgen kann. Und aber ആർട്ടിക്കിൾ 1 എനിക്ക് ഓർമ്മയുണ്ട്. സോ ആർട്ടിക്കിൾ 2 എന്തായിരുന്നു ചിന്തിക്കട്ടെ കേട്ടോ. ആർട്ടിക്കിൾ 2 നോ ഐഡിയ. ആദ്യം കുഞ്ഞുങ്ങളെ ക്രാങ്കൻ ഹൗസിലേക്ക് എടുക്കുന്ന കേസായിരുന്നു പറഞ്ഞത്. രണ്ടാമത്തെ കേസ് ഐ തിങ്ക് പേരൻസിൻ്റെ ആയിരിക്കും. റിസ്റ്റ് അതുവരെ ഓർമ്മയുണ്ട്. Kinder in Krankenhaus haben das Recht, dass ihre Eltern oder eine andere Bezugsperson jederzeit bei sich zu haben. Okay, അത് ഓക്കെ. തേർഡ് വൺ, bei der Aufnahme eines Kindes im Krankenhaus sollen alle Eltern die Mitaufnahme informiert werden oder Mitaufnahme angeboten werden. Sie sollen ermutigt und es soll ihnen Hilfe angeboten werden, damit sie beim Kind bleiben können. Für Eltern dürfen daraus keine zusätzlichen Kosten oder Einkommenseinbußen entstehen. Um an der Pflege ihres Kindes teilnehmen zu können, sollen Eltern über die Grundpflege und die Station
und den Stationsalltag informiert und zur aktiven Mitwirkung ermutigt werden. Artikel 4 എന്ന് പറയുമ്പോൾ Kinder haben wie ihre Eltern das Recht, ihrem Alter und ihrem Verständnis entsprechend informiert zu werden. Insbesondere soll jede Maßnahme ergriffen werden, um körperliche und seelische zu mildern. അപ്പം ഞാൻ ബാക്കി കണ്ടിന്യൂ ചെയ്ത് പഠിക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണാം. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പഠിച്ച് ഈ 10 ആർട്ടിക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 10 മിനിറ്റോടെ ഉണ്ട് 9 മണിയാവാൻ. സോ അതിന് മുന്നേ നമ്മളിത് കംപ്ലീറ്റ് ചെയ്തു. ഇത് ഞാൻ പഠിച്ച് കഴിഞ്ഞിട്ടില്ല. ഇത് ഓൾറെഡി ഞാൻ നേരത്തെ പഠിച്ചാണ്, എന്നാലും ഇത് അങ്ങനെ തലയിൽ ഇരിക്കുന്നില്ല. ആൻഡ് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ചിലപ്പോൾ പഠിക്കില്ല, 10 മിനിറ്റ് കൊണ്ട് ഞാൻ പഠിക്കില്ല. ഇതൊന്നോടൊന്ന് വായിച്ചു നോക്കും. ആൻഡ് ഇതിനകത്ത് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒന്ന് നോക്കിയിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഇത് വിട്ടേക്കും. എന്നിട്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇൻ കേസ് ഞാൻ ഉറങ്ങുന്നില്ല, എനിക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് പഠിക്കും. ഇല്ലെങ്കിൽ ഞാൻ കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് ഇത് റീകോൾ ചെയ്യണം. ആൻഡ് പിന്നെ നമ്മൾ നോസിയ ആൻഡ് MSS ഇത് ആബ്രഷൻ ആൻഡ് യൂവൽക്കൈറ്റ് ഛർദി ഇതിനെപ്പറ്റി നമ്മൾ പഠിക്കും. ആൻഡ് മാക്സിമം ഇതിൽ വരാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ChatGPT എടുത്ത് ചോദിച്ച് എഴുതിയെടുക്കും. കാരണം നമ്മളിവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന രീതി കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ചിട്ട് അപ്പോൾ നമ്മൾ പഠിക്കുകയോ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ എവിടെയെങ്കിലും വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം കാര്യമില്ല. അപ്പോൾ എനിക്ക് പഠിക്കുമ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്ത് നമ്മൾ പ്രാക്ടിക്കലി ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി തലയിൽ കയറുക. സോ ഞാൻ മാക്സിമം ChatGPT എടുത്ത് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് എടുക്കും. ഇതാണ് എൻ്റെ തേമാന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻസും ആൻസറും നമുക്ക് തരും. അപ്പോൾ നമുക്കത് വെച്ചിട്ട് ഓക്കെ 2 പ്രാവശ്യം വായിക്കുമ്പോൾ മനസ്സിലാവുന്ന കേസേ ഉള്ളൂ നമ്മൾ ഈ ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ. സോ അത് കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിരിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു ഫൾ ബൈ സ്പീലൊക്കെ വെച്ചിട്ട് പഠിക്കുമ്പോഴും കൂടെ കുറച്ചുകൂടി ഈസി ആയിരിക്കും. സോ ഞാൻ അങ്ങനെയാണോ പഠിക്കൽ. അപ്പം ഇനിയിപ്പം വേറൊന്നുമില്ല, ഞാൻ ഒന്ന് PU ഒക്കെ ചെയ്തിട്ട് വന്നിട്ട് ക്ലാസ്സിൽ കയറട്ടെ. എന്നിട്ട് നമുക്ക് പിന്നെ കാണാം. ഉറങ്ങിയില്ലെങ്കിൽ കാണാം, അല്ലെങ്കിൽ ഞാൻ കിടന്നുറങ്ങും. ഗുഡ് മോർണിംഗ് ഗായ്സ്. സോ ഞാൻ എണീറ്റിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇന്ന് രാവിലെ ഒരു 4 മണിക്ക് അല്ലെങ്കിൽ 4:30 എണീക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ 4:30 അലാറം വെച്ചു. എനിക്കിന്ന് വർക്കില്ല, അതാണ് എൻ്റെ പ്ലസ് പോയിന്റ്. എനിക്ക് വർക്കില്ല, പക്ഷേ എനിക്കിപ്പോൾ വേറൊരു കൈൻഡ് ഓഫ് വർക്ക്, അതായത് നോർമൽ വർക്കില്ല. അതിന് പകരം എനിക്ക് അവിടെ പോയി 9 മണി മുതൽ 1 മണി വരെ ഇരുന്ന് കുറച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എഴുതി കുറച്ച് പഠിക്കാനുള്ള ടൈം അവിടെ പോയിരുന്ന് യൂസ് ചെയ്യണം. അപ്പോൾ എനിക്ക് 9 മണിക്ക് അവിടെ പോയാൽ മതി, ഇവിടെ 5 മിനിറ്റ് നടക്കാനുള്ളൂ. അപ്പോൾ ഞാൻ എന്തിനാ 4:30 എണീറ്റിരിക്കുന്നതെന്ന് ഓർത്ത് അപ്പോഴും എൻ്റെ ഉറക്കം പോവല്ലേ. സോ ഐ നീഡ് ടു ഗോ ടു ജിമ്മിൽ എനിക്കിന്ന് പോകാണ്ട്, അതുപോലെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകാണ്ട്, ഈ വർക്കിന് പോകാണ്ട്, അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാൻ ഓഫാവും. അപ്പം എൻ്റെ ബോഡിയും വീക്കാവും. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് നേരം കൂടെ കിടന്ന് ഉറങ്ങി ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എണീക്കാം. അതാകുമ്പോഴത്തേക്കും മതിയല്ലോ, അത്ര ഉറക്കം കിട്ടാല്ലേ. ഞാൻ ഇന്നലെ 11 മണിയായി കിടന്നപ്പോൾ. അപ്പോൾ ഉറക്കം നന്നായിട്ട് കിട്ടട്ടെ എന്ന് ഓർത്തിട്ട് കിടന്നു. പക്ഷെ എണീറ്റപ്പോൾ 6 മണി കഴിഞ്ഞു, 6:50 പിന്നെ 10 മിനിറ്റ് കുറച്ച് നേരം ഇൻസ്റ്റഗ്രാമിലൊക്കെ കയറിയിരുന്നു. ആൻഡ് ദെൻ ഇപ്പോൾ ഞാൻ എണീറ്റ് പല്ലൊക്കെ തേച്ച് വന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് നേരം ഇരുന്ന് പഠിക്കും. പിന്നെ നമ്മളിന്ന് പ്ലാൻ ചെയ്യും എന്താണ് നമുക്കിന്ന് വാങ്ങിക്കാനുള്ളത്, എന്തൊക്കെയെന്ന് ചെയ്യാറുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമുക്ക് എഗ്ഗ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എഗ്ഗും ബ്രെഡും നമുക്ക് കഴിക്കാം. അപ്പം വയറ് ഫില്ലാവും. പിന്നെ ജോലിക്ക് പോകുമ്പോൾ അങ്ങനെ ഇരുന്നോളും. പിന്നെ കുറച്ച് സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും കയ്യിലെടുക്കാം. കാരണം ജിമ്മിലേക്ക് ഡയറക്റ്റ് പോകണോ അത് വീട്ടിൽ വന്നിട്ട് പോകണോ എന്നുള്ള ആലോചനയിലാണ്. അപ്പോൾ ആ സമയമൊക്കെയാണ് ഇനിയിപ്പോൾ ഉള്ളത്. അപ്പം എന്താണ് ഞാൻ സെറ്റാക്കട്ടെ ഗൈസ്. അങ്ങനെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട്. എനിക്ക് കഴിക്കാൻ 2 മുട്ട ബുൾസൈ അടിച്ചതും 4 മുട്ട ബുൾസൈ അടിച്ചതും പിന്നെ 4 ബ്രെഡും, ഇതാണ് കഴിക്കാൻ. എനിക്ക് രാവിലെ എണീറ്റാൽ ഭയങ്കര വിശപ്പാട്ടോ. എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. രാത്രി എത്ര വൈകി ഞാൻ ഫുഡ് കഴിച്ചിട്ട് കിടന്നാലും എനിക്ക് രാവിലെ വിശക്കും. എനിക്ക് രാവിലെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം, കുറിച്ചുകൊണ്ടിരിക്കണം. പണ്ടൊക്കെ ഞാൻ എണീറ്റ് ഉടനെ ചിപ്സൊക്കെ ഉണ്ട്, ചിപ്സൊക്കെ കഴിക്കായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കലില്ല. ചിപ്സൊക്കെ കഴിച്ചിട്ട് എത്രയോ നാളായി, 2-3 മാസത്തിന് മുകളിലായെന്ന് എനിക്ക് തോന്നുന്നത്. 2 മാസത്തിന് മുകളിലായെന്നുള്ളൂ. സോ അപ്പം ഞാൻ എൻ്റെ ഫുഡ് കഴിക്കട്ടെ, തണുത്ത് പോകുന്നതിന് മുന്നേ കേട്ടോ. എന്നിട്ടൊക്കെ കാണാം. So I'm on my way to work. ഇത്ര ആഡംബരത്തിൽ പോയി ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ തെറിയേക്കും ഇല്ലട്ടോ, വെറുതെ പറഞ്ഞ കുറച്ച് സീനൊക്കെ ഉണ്ട് അവിടെ. ഒക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എൻ്റെ ഹൗസ് ബിൽഡിംഗ് ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ഇത് കഴിഞ്ഞ് നമുക്ക് ജിമ്മിൽ പോകണം. ഡയറക്റ്റ് നേരെ പോകില്ലായിരിക്കും, കാരണം എന്തെങ്കിലും കഴിച്ചിട്ടേ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അവിടെ പോയി ഞാൻ പിന്നെയും ചാവും. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ്, എന്താണ്, എപ്പോൾ പോകാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യം.
അപ്പം ഞാൻ നേരെ വർക്കിന് പോയി അവിടെ ഇരുന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫോണിലും പോയിട്ട് ലാപ്പിൽ ചാർജില്ല, അതൊരു ഇഷ്യൂ ആണ്. 44 മിനിറ്റ് ഉള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്ക് എന്താണെങ്കിലും 1 മണി വരെ ഇരിക്കാൻ പറ്റില്ല. കുറച്ച് നേരം അവിടെ ഇരുന്ന് പഠിക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നോക്കാം. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഫോൺ കയ്യിൽ വരുന്നു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഓട്ടേട്ടാ നേരം കാണാം. നമുക്ക് വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈവനിങ് നമുക്ക് കാണാം. ബൈ. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വന്ന് കയറിയുള്ളൂ. അപ്പോഴാണെങ്കിൽ പൊരിഞ്ഞ മഴ കാരണം നമുക്കിപ്പോൾ അതുപോലെ ഇപ്പോൾ നമുക്ക് വണ്ടിയില്ല കേട്ടോ. ജിമ്മിൽ പോകണമെങ്കിൽ 2 മണിക്ക് അതിന് വണ്ടിയുള്ളൂ. അപ്പം എനിക്ക് സാധനം വാങ്ങാൻ പോകണം. നമുക്ക് ആദ്യം സാധനം വാങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. അയ്യോ, അതിൻ്റെ ജിം വേറെ ആക്കി കിടക്കുന്നത് ഭയങ്കര വ്യക്തമല്ല, ഇത് ഭയങ്കരമായിട്ട് നേരെ അടിക്കുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നോ ഇഷ്യൂസ് അറ്റ് ഓൾ. ഇനി നമുക്ക് എന്ത് കഴിക്കാം? ഇനി നമുക്ക് കുറച്ച് ക്യാരറ്റും ആപ്പിളും ഒക്കെ കഴിക്കാം. ഞാനത് ഓൾറെഡി ഇന്നലെ എടുത്തു വെച്ചതായിരുന്നു. അപ്പം നമുക്കത് കഴിക്കാം. പിന്നെ ഒരു കോഫിയും ഉണ്ടാക്കി കുടിക്കാം. അപ്പം കുറച്ചൊരു എന്താ പറയുക, കുറച്ചൊരു മൂഡിലേക്ക് വരും. ഇങ്ങനെ ഉറങ്ങിയിരിക്കും എത്ര നേരം ഒന്ന് പഠിച്ചിട്ടേ. അപ്പം നമുക്ക് ഒരു കോൾഡ് കോഫി ഉണ്ടാക്കി നമ്മുടെ ക്യാരറ്റും ഇത് സെറ്റാക്കട്ടെ. അപ്പോൾ കോൾഡ് കോഫി ഞാൻ ഈ കുഞ്ഞി കപ്പിലായിട്ട് ഉണ്ടാക്കുന്നത്. കാരണം വേറൊന്നുമില്ല, എനിക്ക് അധികം വേണ്ട, കുറച്ച് മതി. ഒന്നൊന്ന് മൂടായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ നെസ്കഫെ ആണ് കുടിക്കുന്നത്. നെസ്കഫേൻ്റെ ആളാണ് ഞാൻ. എനിക്ക് പിന്നെ കോഫിക്ക് മറ്റേ അളവൊന്നുമില്ല, ഇത്ര കോഫിയെ കുടിക്കുള്ളൂ അങ്ങനെ ഒരു സാധനമൊന്നുമില്ല. കുറച്ച് കൂട്ടിയിടാം, അതാകുമ്പോൾ ഇച്ചിരി രാത്രി വരെ ഓണായിട്ട് അയ്യോ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. പക്ഷം ഞാൻ ഇതിനകത്ത് വെള്ളം ചേർക്കില്ല, പാല് മാത്രമേ ഉള്ളൂ. വെള്ളം ചേർത്താൻ ഇഷ്ടമില്ല. നമുക്ക് ആദ്യം കുറച്ച് പാൽ വെച്ച് ഇത് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതൊക്കെ ഞാൻ ഇന്നലെ കാണിച്ചു തരുന്നത്. ഇതൊക്കെ ഞാൻ ഒന്ന് സെറ്റാകട്ടെ കേട്ടോ. സോ നമ്മുടെ കോഫി കുറച്ചൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. കുറച്ച് ഇത് കൂടുതലാണ് കേട്ടോ. ഞാൻ ഇനി പാൽ ഒഴിക്കൂ. പാൽ ഓൾറെഡി തണുത്ത പാലാണ്, അപ്പം അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഒരു തണുപ്പുണ്ട്. പിന്നെ ഇനി ഇതിൻ്റെ കൂടെ ഐസ് ക്യൂബ്സോടെ ഇടും. വെയിറ്റ് എന്നത് ഞാൻ ഐസ് ക്യൂബ്സ് എടുക്കട്ടെ കേട്ടോ. സോ ഇത് ഇന്നലെ ഞാൻ സെറ്റ് ചെയ്യാൻ വെച്ച ഐസ് ക്യൂബ്സ് ആണ്. ഇത് മറ്റേ ഫ്ലെമിംഗോൻ്റെ ഷേപ്പിലുള്ള ഐസ് ക്യൂബ്സ് ആണ്. അപ്പം ഇത് ഒരു 2 എണ്ണം, ഇവിടെ ഒരു 3 എണ്ണം കിടന്നോട്ടെ. തണുപ്പ് കൂടുതലിരുന്നോട്ടെ. അതൊരു 3 എണ്ണം ഇട്ടു. ബാക്കി നമുക്ക് കേക്ക് കിട്ടും. ദാറ്റ്സ് ഇറ്റ്. ഞാൻ ഇത് ഒഴിക്കില്ല കേട്ടോ, സ്യൂസിഷ്കായിട്ടിന് ആഡ് ചെയ്യില്ല. ഐ മീൻ ഷുഗർ ആഡ് ചെയ്യില്ല. ഷുഗർ ആഡ് ചെയ്യാത്ത കുഴപ്പമില്ലാത്തൊരു കോൾഡ് കോഫി ഉണ്ട്. അപ്പം നമുക്ക് പോവാം. ഇത് കൊണ്ട് വെക്കട്ടെ. ഇനി മേത്തി ആഡ് ചെയ്യലേ, വൈറ്റ് സാധനമാണ്. ഞാൻ താഴെ പിന്നെ പോവില്ല. അപ്പം അതുകൊണ്ട് ഇതൊന്ന് കൊണ്ട് വെക്കട്ടെ. റൂമിൽ പോയി കുടിക്കാം. ഐ മീൻ എനിക്ക് എന്നെ ഇന്ന് ഭയങ്കര ഇഷ്ടമായി. കാണാൻ ഭയങ്കര ഒരു ഭംഗി. എനിക്കൊന്ന് വൈറ്റ് ഡ്രസ്സിൻ്റെ ആയിരിക്കും. ആൻഡ് ഇത് ഞാൻ ഇന്നലെ എടുത്ത് വെച്ച ക്യാരറ്റും ആപ്പിളും. അപ്പോൾ ഇതും കഴിക്കും, അതും കുടിക്കും. ഓ മൈ ഗോഡ്, എനിക്ക് എൻ്റെ ബെഡ് തന്നെയാണെന്ന് ഉറങ്ങാൻ തോന്നുന്നു. നല്ല രസമല്ലേ? രാവിലെ വിരിച്ചിട്ട് സെറ്റാക്കിയിട്ട് പോയതാണ്. ഇത് ഉടുപ്പാണ് കേട്ടോ. ഇത് ജിമ്മിലിടാൻ വേണ്ടി എടുത്ത് വെച്ച പാൻറ്റ്. ഇത് വീട്ടിലോട്ട് ഇട്ടുകൊണ്ടാണ് ഉടുപ്പ്. അതിപ്പോൾ ചേഞ്ച് ചെയ്തത് കാരണം എന്താണ് നമ്മൾ വെളിയിലേക്ക് പോവല്ലേ. സോ ഇനി ഞാൻ കുറച്ച് നേരം ചില്ല് ചെയ്ത് ഇതൊക്കെ കഴിച്ചും കുടിച്ചുകൂടി ഇരിക്കും. ആൻഡ് നമ്മൾ പിന്നെ പുറത്തേക്ക് പോകും. അപ്പം പിന്നെ കാണാം. സാധനങ്ങളെല്ലാം വാങ്ങി വന്നിട്ടുണ്ട്. ഓരോ പോലെ ഇതിനകത്ത് കുറച്ച് സാധനമുണ്ട്. അതിനകത്തുണ്ട് ചത്തു. ഷോൾഡറിന് പെയിനുണ്ട്, മൊത്തത്തിൽ ചത്തു. ജിമ്മിലും പോകണം. അതുപോലെ തന്നെ ഈ സാധനങ്ങളും വാങ്ങിക്കാൻ പോണ ദിവസമുണ്ടല്ലോ, ഫുൾ ഓഫായിരിക്കും. അന്നൊന്നിനും എനിക്ക് പറ്റില്ല. പോയി കിടന്നാൽ മതി എന്നുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പം ഞാൻ പോയി കിടന്നിട്ടുണ്ടെങ്കിൽ കിടന്നു പോകും മീൻസ് അങ്ങനെയല്ല, ശരിക്കും കിടക്കും. പിന്നെ ഇനി കുറേ നേരം കഴിഞ്ഞേ എനിക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഫുഡ് ചെയ്യാൻ പോകാൻ നേരത്തെ ഇനി കിടക്കാം കുറച്ച് നേരം. ഞാനിപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഒന്ന് എടുത്ത് സെറ്റാക്കി വയ്ക്കട്ടെ. അല്ലെങ്കിൽ ഇനി അതും നല്ലോണം ഡിലേ വരും. മടുത്ത് ഞാൻ ഫോൺ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ. അപ്പം
വൺ ബൈ വൺ ആയിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇത്ര സാധനം വാങ്ങിച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ കണ്ടപ്പോൾ വെറുതെ വാങ്ങിച്ചാട്ടോ, ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. പല ടൈപ്പിലുള്ള മിസ്ലി, ആൽമണ്ട്, പഴം, കുക്കുംബർ, ബ്രെഡ്. ഇതിപ്പോൾ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചാൽ അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എഗ്ഗ് വാങ്ങാൻ പോയി. എഗ്ഗിന് ലോകക്ഷാമാന്ന് തോന്നുന്നു. ഒറ്റ മുട്ട പോലും ഇല്ല. വേറൊരു കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള മുട്ടയുണ്ട്. ഐ മീൻ 6 കിട്ടും 3 യൂറോയ്ക്ക്. അതെനിക്ക് വേണ്ട. നമുക്ക് 4 സംതിങ്ങിന് 20 18 മുട്ട കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ വാങ്ങിക്കുന്നത്. അപ്പോൾ നാളെ ഒരു ദിവസത്തോടെ എനിക്ക് കഴിക്കാനുള്ള എഗ്ഗ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നാളെ ജിമ്മിൽ പോയിട്ട് വരുമ്പോൾ എഗ്ഗും വാങ്ങിക്കണം, പാലും വാങ്ങിക്കണം. ഇപ്പം ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാൻ ഇപ്പോൾ കുടിക്കുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചു പാലൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയാലോ എന്ന്. കാരണം പാല് കുടിച്ചിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് വരുന്നുണ്ട്, ബ്ലോട്ട് ആവുന്നുണ്ട്. അപ്പം ഇനി പാലിൻ്റെ ആണോ എന്ന് അറിയത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പാല് ചേഞ്ച് ചെയ്ത് വേറെ പാലാക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ഞാൻ 2 പാക്കറ്റ് എടുത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ 4 പാക്കറ്റ് എടുക്കുന്നതാണ്. അപ്പം ഇത്തവണ തൈര് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തുള്ളൂ. 2 പാക്കറ്റ് എടുത്തു. അല്ലെങ്കിൽ ഒറ്റ പാക്കറ്റ് തൈര് എടുക്കണുള്ളൂ. കാരണം ഞാനിപ്പോൾ തൈരും ആപ്പിളും കഴിക്കലുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് സ്നാക്കായിട്ട് കഴിക്കാമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ എടുത്തു. അപ്പം ഇനി ഞാൻ വേഗം, എനിക്ക് വിശക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ബ്രാഡ് കാർട്ടോഫിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചിക്കനൊക്കെ ഉള്ള. അപ്പം ഇത് വേഗം ചൂടാക്കി കഴിക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ ഇനി ചിക്കനൊക്കെ ആയി വരുമ്പോൾ നല്ല നേരം എടുക്കും. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇത് കഴിക്കാം. ഇതിനകത്ത് 1 പ്രോട്ടീൻ. അപ്പം അത്രേ ഉള്ളൂ. 100 ഗ്രാമിൽ 4.8 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. ഇത് മൊത്തം 600 ഗ്രാം ഉണ്ട്. അപ്പം എത്ര പ്രോട്ടീൻ ഉണ്ട് കൂട്ടി വെക്കുക. അയ്യോ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് മൊത്തം. അപ്പം 19.2 ഗ്രാം പ്രോട്ടീൻ. അത് 400 ഗ്രാമിലല്ലേ. ഇങ്ങനെ വന്നാലും 20-22 ഗ്രാം പ്രോട്ടീൻ കിട്ടും. അത് മതി. ഇപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ. ഇത് വേഗം ആക്കി കഴിക്കട്ടെ. വീട്ടിലൊക്കെ ഒന്ന് വിളിക്കട്ടെ. പിന്നെ കാണാം. എൻ്റെ പഠിക്കാനൊക്കെ ഉണ്ട്, കുറേ പരിപാടികളുണ്ട്. ദിസ് ഈസ് ദ നെക്സ്റ്റ് ഡേ. ഈ ബാൻഡ് മാറിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇന്ന് നമ്മൾ ജിമ്മിൽ വന്നിട്ട് ഇപ്പോൾ തിരിച്ചു പോവാണ്. ഞാൻ മുട്ടയൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു പോവാണ്. രാവിലെ ഒന്നും വ്ലോഗ് എടുക്കാൻ പറ്റിയില്ല. രാവിലെ എണീറ്റു, നേരെ ജോലിക്ക് പോയി. ജോലി കഴിഞ്ഞ് വന്ന് ഫുഡ് അടിച്ചിട്ട് വേഗം ജിമ്മിലേക്ക് വന്നു. അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ വിളിച്ചു. അതുകൊണ്ട് വ്ലോഗൊന്നും കണ്ടിന്യൂവേഷൻ എടുത്തില്ല. ഇനി എന്നത്തെയും പോലെ വീട്ടിൽ പോകുന്നു, കുളിക്കുന്നു, ഫുഡ് അടിക്കുന്നു, കുളിക്കുന്നു, ദെൻ ഇരുന്ന് പഠിക്കുന്നു. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം പിന്നെ കാണും. Before I